ഏതാടാ ഈ സ്ഥലം? ഇതാണ് നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. ഒരു ഈച്ച പോലും അകത്തേക്ക് കിടന്നു വരില്ല. മഹാദേവ, ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നീ ഒന്ന് കേക്ക്. നമുക്ക് ഈ കാർ ഇവിടെങ്ങാനും കളഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാം. ഇയാളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെന്തിനാ നാടുവിടുന്നത്? ആകെ കുഴപ്പമാടാ. ആ പെണ്ണെങ്ങാനും ചത്തുപോയാൽ നമ്മൾ രണ്ടുപേരും കൊലക്കേസിലെ പ്രതികളാ. ഈ സമയത്ത് ഇയാളിങ്ങനെ പേടിക്കാതിരിക്കിഷ്ട? ഈ സമയത്ത് പേടിക്കാതെ പിന്നെ ബ്രേക്ക് ഡാൻസ് ചെയ്യണോ? കുമാരേട്ടന കുപ്പിയും ഗ്ലാസിന്റെ അടുത്ത് നമുക്ക് ഓരോന്ന് അടിച്ചിട്ടിരുന്ന് പേടിക്കാം. കുമാരേട്ടൻ വിചാരിക്കുന്ന പോലെ ആ കാറിന് പിശാചുബാധയൊന്നുമില്ല. ഇത് വേറെന്തോ കുഴപ്പ. അതെ, കുഴപ്പം നിന്റെ തലയ്ക്ക. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ആ പണ്ടാരം പിടിച്ച കാല് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണം നടക്കണേ? മുൻജന്മത്തിൽ ഞാൻ ചെയ്ത ഏതോ പാപത്തിന്റെ ഫലമാ നിന്നെ തന്നെ എനിക്ക് കൂട്ടായി കിട്ടിയത്. എന്നാ കുടിക്ക്, ബോധം നശിക്കട്ടെ. എന്നാൽ ഈ തിരുവായി അടയൂ. സാറങ്ങോട്ടാ? സാറിന്റെ കൂടെ. അങ്ങനെ കൂടണ്ട, അവിടെ നിൽക്കണോ? കയറി വാടോ. എന്തിനാ സാർ വിളിപ്പിച്ചേ? കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തരാ. എത്രയും വേഗം പ്രതിയെ പിടിക്കാൻ പറഞ്ഞിട്ട് താനെന്താ കളിക്കിടക്ക? ഇല്ല സാർ, അതിനുള്ള വല ഞാൻ വീശി കഴിഞ്ഞു. എന്നിട്ട് എന്തേ കിട്ടാഞ്ഞത്? വല വീശിട്ടുള്ളൂ സാർ. ഇതൊരു പ്രത്യേക തരം കേസാണ് സാർ. നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. വാട്ട് ഡു യു മീൻ? അതെ സാർ, ഒരു കാറുമായി നടന്ന ആൾക്കാരെ ഇടിച്ചിടുന്നതും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നൊന്നും ഒരു മനുഷ്യനല്ല, പിന്നെ മറുതയാണ് സാർ. മറുത. ഷട്ട് അപ്പ് യു ഇഡിയറ്റ്. സത്യമാണ് സാർ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവനെന്റെ ഈ തലയുടെ മോളിക്കൂടെ ചാടിപ്പോയത്. തന്നോട് ആ കേസിലെ പ്രതിയെ കുറിച്ചാണ് ചോദിച്ചത്. അതിനെക്കുറിച്ചുള്ള കയ്യെഴുത്ത് പ്രതിയാണ് സാർ ഇത്. നോൺസെൻസ്. തന്നെയൊക്കെ പോലീസിലെടുത്തോണ്ടാണ് പറയാം. ബ്ലഡി ഫുൾ. സാറല്ല എന്നെ എടുത്തത്. പക്ഷെ നമ്മൾ തോൽക്കില്ലേ സാർ. ഗൂഡല്ലൊരു വളരെ പ്രശസ്തനായ ഒരു മന്ത്രവാദിയുണ്ട്, ഇല്ലിക്കൽ തിരുമേനി. അദ്ദേഹത്തിനെ വിളിക്കാൻ ഞാൻ ആളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞു സാർ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. 24 മണിക്കൂറിനകം പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ യു വിൽ ബി ഡിസ്മിസ്ഡ് ഫ്രം സർവീസ് ആൻഡ് ദിസ് ഇസ് മൈ ലാസ്റ്റ് വാർണിംഗ്. അപ്പനി വാർണിംഗ് ഇല്ലേ സാർ? ഗെറ്റ് ഔട്ട് ഐ സേ. സാർ എന്തായി സാർ? കൊളായി. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലേ പ്രശ്നമാവും. തൊപ്പി എടുക്കണോ? ഇനി നമ്മൾ വളരെ സൂക്ഷിക്കണം. പോലീസിന് സംശയം തോന്നിക്കഴിഞ്ഞു. ഇപ്പൊ തന്നെ തല നാരടിക്കാൻ രക്ഷപ്പെട്ടത്. അവർ ഇവിടെയും വന്നുവിടുന്നില്ല. നോ, ഇവിടെ ആരും കണ്ടുപിടിക്കില്ല. അവൾ മരിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് 2 ദിവസം കൂടി ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന നല്ലത്. പക്ഷേ ആശുപത്രിയിൽ നിന്നും അവളെ ഡിസ്ചാർജ് ചെയ്യാതെ ഒന്നും നടക്കില്ല. അല്ലാതെയും വഴിയുണ്ടോന്ന് നോക്കാം. എന്താ? നീ ഒരു ശബ്ദം കേട്ടില്ലേ? എന്ത് ശബ്ദം? നമ്മുടെ കാറിന്റെ ഡോറ് തന്നെത്താലെ അടയുന്ന ശബ്ദം നീ കേട്ടില്ലേ? ഞാൻ കേട്ടു. നാശം. ഒരൊറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. രാത്രി കിടന്ന് ഓരോ സ്വപ്നങ്ങൾ കണ്ടിട്ട് എന്ത് വന്നാലും കാറിന്റെ കുറ്റം. ഇനി അതിനെക്കുറിച്ച് മിണ്ടി പോരുത്. കണ്ടോ വന്നിപ്പോ എങ്ങനെയായി? എത്ര സ്നേഹത്തോടെ കഴിച്ചിരുന്നവരാ നമ്മള്. ഇപ്പൊ എന്നെ തല്ല വരെ കൈയോകി. ആ പിശാചിനെ തകർക്കണം, നശിപ്പിക്കണം. എന്നാലേ എനിക്ക് ആത്മശാന്തി ഉണ്ടാവും. ഇന്നത്തോടെ അവന്റെ കഥ കഴിക്കും. എടാ തെണ്ടി പിശാചെ, ഈ കുമാരന്റെ കൈ കൊണ്ട് തന്നെയാ നിന്റെ അവസാനം. ഇതാണ് നിനക്ക് പറ്റിയ സ്ഥലം. ഈ കുരിശ് നിനക്കുള്ളതാ. നിന്റെ സകല ഭൂതപ്രേത പിശാച ബാധകളും ഇന്നോടെ ഇവിടെ അവസാനിക്കണം. ഇനി മേലിൽ ഞങ്ങൾ കണ്ണിന്റെ മുന്നിൽ കണ്ടുപോരുത്. ഓക്കെ? ഗുഡ് നൈറ്റ്. ഇയാളിത് എങ്ങോട്ട് പോയി? കുമാരേട്ടാ,
കുടിച്ച് ലക്കേട്ട് മനുഷ്യൻ എങ്ങോട്ട് പോയി? കുമാരേട്ടാ, 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 ഇയാള് രാത്രിയിൽ എങ്ങോട്ടാ പോയത്? പോയടാ, അവൻ പോയി. ഇനി നമുക്ക് അവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. നമ്മളിനി ഫ്രീ. ആര് പോയെന്നാ? ആ മറുതക്കാറ് അവനെ ഞാൻ കൊണ്ടുപോയി സിമിത്തേരി കുരിച്ചിത്തറച്ചു. ഒരു മാതിരി തെമ്മാടിത്തരം കാണിക്കരുത്. തെമ്മാടിത്തറവരടാ, തെമ്മാടിക്കുഴി. അവന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന തെമ്മാടിക്കുഴി തന്നെയാ ഞാൻ അവനെ അടയ്ക്കുന്നത്. അതിന്റെ പുറത്ത് അവനെ ഒതുക്കാൻ ഒരു കുരിശും വെച്ചു. ഇല്ല, അതിനെ കളയാൻ ഞാൻ സമ്മതിക്കില്ല. പാഴവാ, നീ കുഴപ്പമുണ്ടാക്കരുത്. അവനെ ഇനി തിരിച്ചിങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ അവൻ നമ്മുടെ അവസാനം കണ്ടിട്ടേ പോവൂ. ഈ കുമാരേട്ടനാ പറയുന്നത്, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മതിരിക്കും. പിന്നെ മതിരിക്കുമല്ലോ, അത് മതി. ഞാൻ പോയി അവനെ തിരികെ എടുത്തോണ്ടിരാൻ പോവാ. എന്നാ പോടാ. പക്ഷെ ഇനി അതിനെയും കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. നീയും ഞാനും തമ്മിലുള്ള എല്ലാ സൗഹൃദങ്ങളും ഇന്നത്തോടെ തീർന്നടാ. എന്താ? അവൻ വീട്ടിൽ വന്നു. നോക്കടാ, ഞാൻ പറഞ്ഞില്ലേ ഇവൻ നമ്മളെ കൊണ്ടേ പോകൂ. അതല്ല കുമാരേട്ടാ, അവൻ നമ്മളെ വിട്ടുപോവില്ല. അത്രയ്ക്ക് സ്നേഹം നമ്മളോട്. അയ്യോ, എവിടെയായിരുന്നു കുട്ടാ നീ? ഇവിടെ വന്ന് ഒളിച്ചു കിടക്കുകയാണല്ലേ? എടാ, എന്നാ നീ ഇതിനെ കെട്ടിപ്പിടിച്ചോട് നിന്നോ. ഞാൻ പോണു. വിഷം നിന്റെ കുടല് കരിയിടും. കുമാരേട്ടാ, എന്താടാ? ദാ നോക്ക്, ചപ്പാത്തിയും ചിക്കനും. വിശപ്പിന്റെ കാര്യം കുമാരേട്ടൻ പറഞ്ഞതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇവന് നമ്മളോട് സ്നേഹമുണ്ടെന്ന്. ഇവ മറുതയല്ല കുമാരേട്ടാ, ഇനി ഇവനാണ് നമ്മുടെ രക്ഷകൻ. അലാവുദ്ദീൻ അത്ഭുത വിളക്ക് കിട്ടിയ പോലെ നമുക്ക് കിട്ടിയ അത്ഭുത നിധിയാണിത്. ആ, എന്നാ ഒരു കുപ്പി മദ്യം ചോദിക്ക്, തരുമെന്ന് നോക്കാം. ആ, ചോദിക്ക്. ഒരു കുപ്പി റം വരട്ടെ. വരട്ടെ. കിട്ടി കുമാരേട്ടാ, റമ്മ് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രക്ഷപ്പെട്ടു. ഇതാ നമ്മുടെ കാറിനടുത്ത് താഴെ രണ്ടുപേര്. വാ നോക്കാം. ഇവൻ ആളെ കൊള്ളാമല്ലോടാ. ഇനി കുമാരേട്ടൻ എന്താ വേണ്ടത്? ചോദിക്കൂ കുമാരേട്ട, ചോദിക്ക് ചോദിക്ക്. നല്ല ക്ഷീണം. ഈ ശരീരം ഒന്ന് ഒഴിയാൻ 2 മലന്മാർ വരട്ടെ. ദാ വന്നു. എന്നാ ഒഴിഞ്ഞോ? അയ്യോ, അയ്യോ, തൊഴിലല്ല പറഞ്ഞത്, ഒഴിയനാ. അയ്യോ, 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 അയ്യോ. മതി മതി, എല്ലാം മാഞ്ഞു പോട്ടെ. അയ്യോ, പോയി, സർവ്വതും മാഞ്ഞു പോയി. കുമാരേട്ടാ, ഇത് മല്ലന്മാരല്ല വില്ലന്മാരാ. തിരിച്ചടിച്ചോ. ആ, തുടങ്ങാം.
അത് ഞാൻ കൊണ്ടിട്ട കാറല്ലേ? അപ്പൊ ഈ കാറ്? അത് ശരിയാണല്ലോ. അപ്പൊ ഇതേത് കാറാ? ഇതെന്ത് മറിമായം? വാ. നമ്മുടെ കാറ്. അപ്പൊ നമുക്കൊരു ശത്രു ഉണ്ടെന്ന് ഉറപ്പായി. വാ കയറ്. പാദേവാ, ഇപ്പൊ 2 മറുതകളായടാ. 2 മറുതകളല്ല കുമാരേട്ടാ, ഒരേ നമ്പറിലുള്ള 2 കാറുകളാ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇനിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. കുമാരേട്ട വണ്ടി കയറ്.